ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന സ്കിൻ പ്രോബ്ലംസ് ഇൻ ഡയബറ്റിക് പേഷ്യൻറ്റ്, അതായത് പ്രമേഹ രോഗികളിൽ വരുന്ന സ്കിന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്കിൻ രോഗങ്ങൾ പ്രമേഹ രോഗികൾ കൂടുതലായിട്ട് കാണുന്നു. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. നമുക്കറിയാം, സ്കിന്നിൽ പ്രധാനമായിട്ട് പ്രമേഹ രോഗികളിൽ കാണുന്ന സ്കിൻ ആയിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസാണ്, അണുബാധ. ഒന്ന് നമുക്കറിയാം, ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഉണ്ട്. നമുക്ക് ചെറിയ പഴുപ്പ് പോലെ വരാം, സ്കിൻ ബോയിൽസ്, അല്ലെങ്കിൽ ചെറിയ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് വരാം. അതുകൂടാതെ ഫംഗൽ ഇൻഫെക്ഷൻസ് തന്നെ. ഫംഗൽ ഇൻഫെക്ഷന് പലതുണ്ട്. കാനഡ ഉള്ള ഫംഗസാണ് ടീനിയ. ദേഹത്തൊക്കെ ബോഡിയിലൊക്കെ വരുന്ന ടീനിയ കോർപ്പോറസ് എന്ന് പറയുന്നത് ദേഹം മുഴുവൻ വരുന്നു. പിന്നെ ടീനിയ കാലവരാണെങ്കിൽ ടീനിയ പെഡിസ് വരും, തലവരാണെങ്കിൽ ടീനിയ ക്യാപിറ്റസ് എന്ന് പറയും. അങ്ങനെ ഓരോ ഭാഗത്ത് വരുന്ന, ബോഡിയുടെ ഭാഗത്ത് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ടീനിയ എന്ന് പറയും. രണ്ടാമത് നമുക്ക് കാനഡ ഫംഗസ് ഉണ്ടാക്കുന്നു. നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്നത് വരാം, മടക്കപ്പാടുകൾ വരാം, ബ്രസ്റ്റിൻ്റെ അടിയിൽ വരാം, കഷങ്ങളിൽ വരാം. ഇങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരും, വെള്ളപ്പൂപ്പൽ പോലെ വരാം. അപ്പം ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്. ഇത് രണ്ടാണ് കോമൺ ഉള്ളത്. പിന്നെയുള്ളത് നമ്മൾ അതുകൂട്ട് നമ്മൾ ശ്രദ്ധിക്കുക, സെല്ലൈറ്റിസ് പോലെ ബാക്ടീരിയ ഇൻഫെക്ഷൻ സ്കിന്നിൻ്റെ അടി വരാം. അത് സ്കിന്നിൻ്റെ അടി സബ്കുട്ടേനിയസ് ടിഷ്യൂവിൽ നമുക്ക് ഇൻഫെക്ഷനായിട്ട് വരാം. ഇതെല്ലാം വരുന്ന കൂടാതെ ഷുഗർ അൺകൺട്രോളായിട്ട് നമുക്ക് 300, 400, 500 ഷുഗറായിരിക്കും. ഒട്ടും പത്തി നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉഴപ്പ് നടക്കും. കാരണം ഹൈ ഷുഗറാണ് നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. പിന്നെ ന്യൂറോപ്പതി, ഓട്ടോണോമിക് ന്യൂറോപ്പതി, അവർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ശരിക്കും ഈ ഞരമ്പുകളെ ബാധിച്ചിട്ടുള്ളതാണ്, ഓട്ടോണമിക് നെർവ്സിനെ ബാധിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈ സ്കിൻ വരും. അതുകൂടാതെ വാസ്കുലാരിറ്റി, ബ്ലഡ് സപ്ലൈ കുറവായിരിക്കും, കൊളസ്ട്രോളൊക്കെ ഹൈ ആയിരിക്കും. അപ്പോൾ രക്തോട്ടക്കുറവുണ്ട്, അതുകൂടാതെ ഹൈ ഷുഗറുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഓട്ടോണോമിക് ന്യൂറോപ്പതികൾ വരുമ്പം നമുക്ക് ഡ്രൈ സ്കിൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ. പിന്നെ കാലിലൊക്കെയാണെങ്കിൽ നമുക്കറിയാം 2-3 രീതി വരാം. കാലസ് വരാം. കാലസ് തഴമ്പ് പോലെ വന്ന് പൊട്ടുന്നവരുണ്ട്. അടിയിലൊരു മുറിവ് കാണും, ഇങ്ങനെ പുറമേ തഴമ്പായിട്ട് നിൽക്കും. പിന്നെ ആണിരോഗം പോലെ വരാം. അതൊരു ഇൻഫെക്ഷനാണ്, വൈറസ് കൊണ്ട് വരുന്നതാണ്. പിന്നെയുള്ളത് വാട്ടെന്ന് പറയും. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ട് അരിമ്പാറ പോലെ അടുത്തടുത്ത് വരാം. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാലിൽ ഫിഷേഴ്സ് വരാം, കാലിൽ ഉപ്പൂറ്റൊക്കെ പൊട്ടിക്കയറുന്നു. അപ്പോൾ അതിൽക്കൂടെ നമുക്ക് സ്കിൻ ബ്രേക്ക് വരുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫുഡ് കെയറാണ്. അപ്പം ഡയബറ്റിക് പ്രമേഹ രോഗികളിൽ നമ്മൾ കാല് പ്രത്യേകം എല്ലാ ദിവസവും കാല് എക്സാം ചെയ്യുന്ന ഒരു മിററും ടോർച്ചൊക്കെ വെച്ച് സ്വയമായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഒരാളെ കൊണ്ട് കാലം നോക്കിക്കണം. വിരലിൻ്റെ ഇടയെല്ലാം ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിക്കണം. എപ്പോഴും ഡ്രൈ ആയിരിക്കണം, നനവ് പാടില്ല. പിന്നെ നമ്മൾ സോപ്പുകളാണെങ്കിൽ കെമിക്കൽ സോപ്പുകളൊന്നും ഉപയോഗിക്കില്ല. സോപ്പ് ഉപയോഗിക്കാതെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ വെളിച്ചെണ്ണ തൂക്കാം. കുളി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ലിക്വിഡ് പാർഫിൻ അങ്ങനെ എന്തെങ്കിലും സാധനം ഉപയോഗിക്കാം. മോയ്സ്ചറൈസർ ഉപയോഗിക്കാം, പക്ഷേ വിരലിൻ്റെ ഇടയൊക്കെ നമ്മൾ തേക്കില്ല. വിരലിൻ്റെ ഇടയ്ക്ക് തേച്ച് നനവ് നിൽക്കും. അപ്പോൾ വിരലിൻ്റെ ഇടയിൽ ഒരു ടവൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിക്കണം. ഇപ്പം തൊലി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉപ്പൂറ്റ് പൊട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയും ചുമന്നിട്ടുണ്ടോ. പ്രത്യേകിച്ച് നമ്മൾ ചെരുപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ MCR ചപ്പലുകൾ ഉപയോഗിക്കണം. പെരയ്ക്കകത്തും പുറത്ത് എപ്പോഴും നമ്മൾ MCR ചപ്പലുകൾ ഉപയോഗിക്കണം. കാരണം MCR ചപ്പൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ടും എപ്പോഴും ചൂട് നിൽക്കുന്നതായതുകൊണ്ട് ഈവനായിട്ട് പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒന്നും കൊള്ളാതെ നമുക്ക് സെൻസറി ലോസ് മരവിപ്പൊക്കെ വേണ്ടി എന്തെങ്കിലും കൊണ്ടാൽ പോലും അറിയാം. അപ്പം പെരയ്ക്കകത്തും വീട്ടിൻ്റെ അകത്തും പുറത്തും എപ്പോഴും ചപ്പൽ, നല്ല പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ചിലർക്ക് കാലിനൊക്കെ നീര് വരും, അപ്പം ചെരുപ്പ് കയറിയില്ല. അപ്പം വൈകുന്നേരം ഇടാൻ ഇച്ചിരി സൈസുള്ള ചപ്പൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. രാവിലെ ചിലപ്പോൾ വൈകിട്ട് ഊരിപ്പോകാൻ വൈകുന്നേരം മുറുകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ഡയബറ്റിക് രോഗികൾ കാണുന്ന 3-4 സ്കിൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എക്കാന്തോസിസ് നിഗ്രിക്കൻസ് എന്ന് പറയും. അത് കഴുത്തിന് മടക്ക് പാടുകൾ, നമുക്കൊരു വെൽവെറ്റി സ്കിൻ അപ്പിയറൻസ്. അത് ഒബീസ് പേഷ്യൻസ് കാണാം, പ്രമേഹ രോഗികൾ കാണാം. അമിത വണ്ണമുള്ളവർക്ക് പ്രമേഹ രോഗികൾക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന ആദ്യം വണ്ണം കുറയ്ക്കാൻ പറയും, പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറയും. പ്രത്യേകിച്ച് ഒരു മരുന്നുകൾ ഓയിൻമെൻറ്റ് തേച്ചിട്ടൊന്നും മാറണമെന്നില്ല. നല്ല ഷുഗർ കൺട്രോളും വണ്ണവും കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറും. പിന്നെയുള്ള ഡയബറ്റിക് ഡെർമോപ്പതി, നമുക്ക് ചില ബോണി പ്രോമിനൻസ്, പ്രത്യേകിച്ച് നമ്മുടെ കാലിൻ്റെ ഭാഗത്തോട്ട് മുട്ടിന് താഴെയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും ചില കളർ ചേഞ്ചുകൾ വരും, ചില ബ്രൗൺ സ്പോട്ടുകളൊക്കെ വരാം. പിന്നെ ഡയബറ്റിസ് ലൈപ്പിഡോകോർ എന്ന് പറയും. അപ്പം അത് നമുക്ക് തന്നെ ഇതേപോലെയുള്ള ഷൈനി സ്പോട്ട്സ് ആയിട്ട് നമുക്ക് പ്രധാന ബോണി പ്രോമിനൻസ്, ഇപ്പോൾ എൽബോയുടെ അവിടെ വരാം, കാലിന് മുട്ടിന് താഴോട്ട് വരാം. അപ്പോൾ വെള്ളൂരി അവിടെയൊക്കെ വരാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾ കാണുന്നത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളസ് ഡയബറ്റിക് കോർ എന്ന് പറയും. ചെറിയ കുമ്പള പോലെ ഒന്നിങ്ങനെ പൊട്ടുന്നു. അപ്പം ഷുഗർ അൺകൺട്രോൾ ആയിരിക്കും. ചിലപ്പം ദേഹത്ത് മൊത്തത്തിൽ വരാം. അതൊരു ബാക്ടീരിയൻ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയ മൂലം വരാം. പെട്ടെന്ന് കുമ്പള വന്നിട്ട് അത് പടരുന്നു, കാലിനും പാദത്തിനൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ഷുഗർ രോഗിയിൽ കാണുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ സ്കിൻ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡയബറ്റിസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി സ്വയം ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ഡോക്ടറെ കാണുക, ഡോക്ടർ അത് സെൻസേഷൻ നോക്കും, ബാക്ടീരിയ കൾച്ചർ ചെയ്ത് നോക്കും, പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ട്രീറ്റ്മെൻറ്റ് കുറേ നാളും ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും പ്രധാനമുള്ള ഷുഗർ കൺട്രോൾ ചെയ്യാൻ HbA1c എഴുത്താക്കണം, പിന്നെ അങ്ങോട്ട് ബാസ്കാറ്റ് ഉണ്ടോ ബ്ലഡ് സപ്ലൈ ഉണ്ടോ എന്ന് നോക്കും, പിന്നെ സെൻസേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും, പിന്നെ പ്രോപ്പറായിട്ട് ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് IV ആൻറ്റിബയോട്ടിക് അപ്പം കുറേ നാൾ എടുക്കേണ്ടി വരും. പിന്നെ ഷുഗറും കൺട്രോൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് നേരത്തെ കണ്ടുപിടിക്കാനും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും.